വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് തീർത്ഥാടനം? എന്തിനു വേണ്ടിയാണ് തീർത്ഥാടനം നടത്തുന്നത്? അതേക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. പുണ്യ നദികളിലോ പുണ്യ സ്നാനഘട്ടങ്ങളിലോ തീർത്ഥജലത്തിലോ പുണ്യജലത്തിലോ ഈശ്വരസ്മരണയോടെ കുളിച്ചു തൊഴുന്നതാണ് തീർത്ഥാടനം. നമ്മുടെ നാട്ടിൽ ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. തീർത്ഥാടനം കൊണ്ട് പാപം നശിക്കുമെന്നും പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നടത്തണമെന്ന് പൂർവികർ അനുശാസിക്കുന്നു. എന്തുകൊണ്ടാണ് പൂർവികർ ഈ അനുശാസനം കർശനമായി പാലിക്കണം എന്ന് പറയുന്നത്? ഹിംസാദി പാപകർമ്മങ്ങളിൽ നിന്നും മോചനം നേടുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള കാര്യം. പണ്ടുകാലങ്ങളിൽ ഈ അനുഷ്ഠാന കർമ്മം നിർബന്ധമായും ആളുകൾ ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി നേരെ മറിച്ചാണ്. ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിൽ തീർത്ഥാടനം നടത്തി പ്രായശ്ചിത്തം നിർവഹിച്ചവരെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. പരശുരാമൻ കാർത്തവീര്യാർജുനനെ വധിച്ചതിൻ്റെ പാപമോചനത്തിന് പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് തീർത്ഥാടനം നടത്തിയതായും ബലരാമൻ സൂതനെ വധിച്ചതിൻ്റെ പ്രായശ്ചിത്തമായി മുനിമാരുടെ ഉപദേശമനുസരിച്ച് തീർത്ഥാടനം നടത്തി പാപമോചിതനായതും ഭാഗവതത്തിൽ ഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ദേവന്മാരും മുനിമാരും മാനവരുമെല്ലാം പാപമോചനത്തിനായി തീർത്ഥാടനം നടത്തിയിട്ടുണ്ട്. ഇന്നും അത് നടത്തുന്നവരുമുണ്ട്. പുണ്യനദിയായ ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ഗംഗാജല സ്പർശനം കൊണ്ട് തന്നെ പാപം നീങ്ങിക്കിട്ടുന്നു. പിന്നെ കുളിച്ച് ഈശ്വരസ്മരണ ഉണ്ടാകുമ്പോൾ തന്നെ എത്രമാത്രം പുണ്യം സിദ്ധിക്കും എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പുണ്യനദിയായ പമ്പാ നദിയിൽ സ്നാനം ചെയ്യുന്നതും പുണ്യകരമായ കാര്യമാണ്. അതുപോലെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. കാശി, രാമേശ്വരം, വാരണാസി തുടങ്ങി നിരവധി പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. അതുപോലെ മഹത്തരമായ ഒന്നാണ് കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്ത് പ്രാർത്ഥന ചെയ്യുന്നത്. പാപമോചനത്തിനായി നിരവധി മാർഗങ്ങൾ ഉണ്ട്. ഏതൊരു മനുഷ്യനും അനുഷ്ഠിക്കേണ്ട ഒരു ധർമ്മമാണ് തീർത്ഥാടനം. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപകർമ്മങ്ങൾക്ക് മോചനം നേടുക എന്നുള്ളതാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. അതുപോലെ ശ്രേഷ്ഠമായ 4 പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അമർനാഥ്, ബദരീനാഥ്, കേദാർനാഥ്, സോമനാഥ്. അതുപോലെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമാണ് പഴനിമല. ഭഗവത് ചിന്തയോടെ കാവടി ആടുമ്പോൾ നമ്മിലുള്ള പാപങ്ങളെല്ലാം നശിക്കുന്നു. മുടി മുണ്ഡനം ചെയ്യുന്നതോടെ പാപമോചനം സാധ്യമാകുന്നു. അഭിഷ്ടസിദ്ധി ലഭിക്കുന്നു. അറിവിൻ്റെ വാതായനം തുറന്നു തരുന്ന മഹത് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഉത്തര മൂകാംബിക ക്ഷേത്രവും ദക്ഷിണ മൂകാംബിക ക്ഷേത്രവും. അതുപോലെ മഹത്തായ ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. എല്ലാവിധ അഭിഷ്ടങ്ങളും സാധ്യമാക്കുന്നതും സർവവിധ ബാധാദുരിതങ്ങൾ തീരുന്നതിനും വിദ്യാപ്രാപ്തിക്കും രോഗശാന്തിക്കും എന്നുവേണ്ട എന്ത് കാര്യത്തിനും ചോറ്റാനിക്കര ക്ഷേത്ര ദർശനം കൊണ്ട് സാധ്യമാകുന്നു. അതുപോലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, അതുപോലെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. തീർത്ഥാടനത്തിന് പോകുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്രതശുദ്ധിയാണ്. വ്രതശുദ്ധി പാലിച്ചുകൊണ്ട് നാം ചെയ്യുന്ന തീർത്ഥാടനത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.